പരിപാടി എന്ന് പറഞ്ഞാൽ റമീസ് വരുന്നുണ്ട്, ഓൻ എയർപോർട്ടിൽ കൂട്ടാൻ പോകണം. നിസ്കാരം കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ടിപ്പാട്ട്. വെള്ളിയാഴ്ചത്തെ പരിപാടി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാം. കാരണം വെള്ളിയാഴ്ചത്തെ വരവിൽ എയർപോർട്ടിൽ ആൾക്കാരെടുക്കുമ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു. കാരണം നിസ്കാരത്തിൻ്റെ കാര്യം കറക്റ്റ് സമയത്ത് വന്നിറങ്ങുകയും ചെയ്യാം. നമ്മളൊരു 11:35-40 പുറത്തേക്ക് എത്തിക്കും. ഞാനീ പോനെ കൂട്ടുകയറട്ടെ. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ഒരു പെട്ടി പൊട്ടിക്കൽ കൂടെ എന്താക്കാം, നമുക്ക് ആസ്വദിക്കാം. നാട്ടിൽ നിന്ന് വരുന്ന ഫുഡും കാര്യങ്ങളും അത് രസം തന്നെയാണ്. എന്തെല്ലാം ഉണ്ടാകുക ചെയ്യാൻ കല്ലുമ്മക്കായ ബീഫെല്ലാം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് കരിമ്പേക്ക് കൂട്ടാൻ പോകുന്നത്. എല്ലാവരും കൂട്ടാൻ നമ്മൾ തന്നെ പോകണം. എന്തായാലും എന്നെയും കൂട്ടട്ടെ. അപ്പോൾ നമ്മൾ ചെറിയോൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകട്ടെ എയർപോർട്ടിലേക്ക്. 1.5 മാസം നിൽക്കില്ല. മിച്ച എത്ര മാസം നിൽക്കുക? 1.5 മാസം 2 മാസം നാട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ അവിടെ കുതിക്കോ നിൽക്കുന്നു. പിന്നെ എന്താ ചങ്കടപ്പാടയിലെ ലോണം കടിച്ച് അപ്പൊ നമ്മളെ ചെറിയോന് കിട്ടി. ഇങ്ങനെ ഉണ്ടായിരുന്നു മോനെ വെക്കേഷൻ? ചിരിയാണ് എന്റെ മുഖത്ത്. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് മോനെ തിരിച്ചെത്തിട്ടോ. ഇനി പെട്ടി പൊട്ടിക്കണോ, ഉള്ളതെല്ലാം ഭാര്യ തിന്നണോ, വെള്ളിയാഴ്ച കൊണ്ട് ബിരിയാണി തിന്നണോ, ഇതൊക്കെ തന്നെയാണ് പരിപാടി. ചങ്ങാടെ ഫവാസ് അവിടെ കാത്ത് കണ്ടോ? ഫവാസ് ബിരിയാണി ആക്കില്ലേ? എന്ത് സ്റ്റാൻഡേർഡ് സംസാരിച്ചടങ്ങി നല്ല വിശപ്പുണ്ട്. ബിരിയാണി ആക്കട്ടെ പോയി. ഫാസ്റ്റ് റൂമിൽ സെറ്റാണ്, അവിടെ ഫുഡ് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ചിട്ട് ബാക്കി പരിപാടി. എന്നിട്ട് പെട്ടി പൊട്ടിക്കണം. പെട്ടി ചുമന്നാലെന്താ കല്ലുമ്മക്കായിരുന്നു ഇവിടെ. ഏതാണ്ട് പോക്ക് പെട്ടി ഇതാ പൊട്ടിക്കാണ് ഗൈസ്. വൃത്തിയാക്കുന്നില്ല. ഇത് പ്രത്യേക കേട്ടോ. ഇത് പറഞ്ഞേക്ക് ഇത് ഫവാസിന്റെ റൂമാന്ന് പറയുക കേട്ടോ. മായ പെട്ടി പൊട്ടിക്കളിൽ തിന്നാലെന്താ പെണ്ട. ഇത് ഫുള്ള് കുപ്പായാണല്ലോ. ഓന്റെ കോൽക്കളിന്റെ യൂണിഫോം ഫുള്ള് സെറ്റ്. വെൽ പാക്കിംഗ് ആണല്ലോ, വേറെ ലെവൽ. നന്ദി ഉണ്ടോ നൻപ എടുക്കേ ഇനി ഉള്ളത് സാധനങ്ങളാട്ടോ. സാധനം നവൽ ജിട്ടാ മുളക് കൂടെ ഇതൊന്നും ഫ്രിഡ്ജിലാക്കണ സാധനം. അതൊന്നും എടുക്കണ്ട. മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം. അപ്പൊ നമ്മുടെ ഇത്രയും സാധനങ്ങളുണ്ട്. കല്ലുമ്മക്കായ ഉണ്ട്, ബീഫുണ്ട്, മറ്റാൻ പറയുന്നോട്ട്. മാഷാല്ലാ ഇതെല്ലാം പൊളിക്കേ. കല്ലുമ്മക്കായ ഏത് രീതിയിലെടുത്ത് ഏതാ വേണ്ടേ? ബീഫോ കല്ലുമ്മക്കായോ? എന്താ വേണ്ടേ? ബീഫാ കല്ലുമ്മക്കായ ആക്കിയ നമ്മള്? കല്ലുമ്മക്കായ ഒന്നും ആക്കണ്ട. ഇങ്ങനെ ഒന്ന് തിന്നാൻ മാത്രം മതി. ഇത് തോടിക്കണത്. കല്ലുമ്മക്കായികളുടെ കൂട്ടത്തിനിടയിലേക്ക് ഇതാ ഒരു ബീഫ് കിടന്നു വരികയാണ് സുഹൃത്തുക്കളെ. നാട്ടിൽ നിന്നും റംലോമാന്റെ കൈകൊണ്ടുണ്ടാക്കിയ ബീഫ്. മാഷാല്ലാ അടിപൊളി. നിർത്തി നോക്കിയേ ബീഫ്. ഇവിടുന്ന് എത്തിര ബീഫ് ഒന്നും ഇട്ടുണ്ടാക്കി അറിയില്ല. നാട്ടിലത്തെ ബീഫ് വയറില്ല. എന്താ മോനെ ഇതെന്നാടാ ഇലയിലെല്ലാം പൊന്നിക്കൊണ്ട് വേറെന്തോ സാധനം. എന്റെ മോനെ ഇറച്ചി മാത്രം. കല്ലുമ്മക്കായന്റെ ഇറച്ചി മാത്രം എന്ന് അറിയാം നമ്മള്. അതൊന്നും ഇത് വേവിച്ചാണ്. എന്റെ മോന് നല്ല അടിപൊളിയില് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ മധുകൂത്ത് ബിരിയാണിയാ. അല്ലെങ്കിൽ മസാല ഉണ്ടാക്കി എന്നെ കഴിച്ചിട്ടാണ് ബാക്കി. മാഷാല്ലാ ഞാൻ വിചാരിച്ചപ്പോൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കേണ്ടിയിരുന്നു. നേരത്തെ ഉണ്ടാക്കിയോ നല്ല വിശപ്പുണ്ടായിരുന്നു. അല്ലേ കല്ലുമ്മക്കായ തീരുകയാണ്. നിങ്ങളാരും കൊതി വെക്കരുത് കേട്ടോ. കല്ലുമ്മക്കായ കണ്ടിട്ട് നമുക്കിത് വല്ല പോയല്ലേ കിട്ടല്ലേ. വേറെ എന്ത് വേണം പോവാസേ? കല്ലുമ്മക്കായ കിട്ടിയാൽ തന്നെ വേറെ സുഖമല്ലേ. വെള്ളിയാഴ്ചത്തെ ബിരിയാണി പരിപാടി എല്ലാം സെറ്റാക്കട്ടോ. കല്ലുമ്മക്കായൻ്റെ ഇറച്ചി മാത്രം എന്നറിയില്ലേ, അങ്ങനെ പൊരിച്ചെടുക്കുന്ന എന്താ അതിൻ്റെ പുള്ളല് എൻ്റെ മേത്തല്ലേ. ഈയൊന്നും കേട്ടണ്ട കുഞ്ഞുമോനെ, അതൊന്ന് പൊരിച്ചെടുക്കുന്നു. ഒന്നും നോക്കില്ല, തിന്നാട്ട് തുടങ്ങി.
അങ്ങനെ ചോറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നേരെ മുട്ടിപ്പാട്ടിന്. നമ്മുടെ പരിപാടി വരുന്ന ഈ റെസ്റ്റോറൻറ്റിലാട്ടോ, സ്വാദ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പരിപാടി വരുന്നത് കേട്ടോ. മാവേലി സാറിനെ വെൽക്കം ചെയ്യാം. പരിപാടി മക്കളെ പൊളിച്ച് ഈ ഒരു ഒറ്റ മനുഷ്യനുണ്ടല്ലോ, സൗണ്ട് ഔട്ട് ഞങ്ങളുടെ വിസ്മയം തീർത്ത്. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഇന്നത്തെ പരിപാടി. വേറെ ലെവലായിരുന്നു. കാരണം കുറെ ദിവസമായി ഈ കളി, കാരണം സീസൺ സ്റ്റാർട്ട് ആയല്ലോ. വേറെ ലെവലായിരുന്നു പ്രോഗ്രാം. ഈണം ഞങ്ങളുടെ തകർത്ത് സൗണ്ട്. പരിപാടി കഴിഞ്ഞാല് ആയുധങ്ങളെല്ലാം എടുത്ത് പോകണമെന്നല്ലോ, കട്ടി മുട്ടി എല്ലാം എടുത്തിട്ട് പോവാണ്. ഇതുവരെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നത്തെ പരിപാടി അതിഗംഭീരമായിട്ടുണ്ട്. ഇന്ന് കുറേ ഫാമിലീസ് ഉണ്ട് നമ്മളുടെ. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ടീംസ്. ഇതൊരു ഫാമിലി ഇതാ വയനാട് എത്തി. ഇന്ന് ബാക്കിൽ ഇതാ ഫേസ് ഫാമിലി, പക്ഷേ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇനി വൈകുന്നേരത്തെ ചായ കുടി. ചായ തള്ള് പല്ല് തന്നെ വരുന്നത് 4 ദിവസം പല്ല് വരാൻ സാധനം. ഡോക്ടർമാർ വേക്കിരിക്കണം അല്ലേ? എന്നോട് മുനീർ പറഞ്ഞു എനിക്കിപ്പോ എന്ത് തന്നെയാ കണ്ണ് വെക്കുന്നത്. ഏതെല്ലാം ടീമാ ചെയ്ത് വായിലേക്ക് വന്നു. അപ്പൊ ഇന്ന് രാവിലെ കൊണ്ടുവന്ന സാധനം വൈകുന്നേരം ബീഫൊക്കെ സെറ്റ് ചെയ്തതാ. കല്ലുമ്പോ ഒരു നിരക്കുള്ള ആളുണ്ട് ഇവിടെ. നേരല്ലേ ഇതാ ഈ സ്കൂട്ടി ചെക്കേതാ ഇവിടുത്തെ പോക്കിരി ചെക്ക. നമ്മളെ നെഞ്ചിലെ പോക്കിരി ചെക്കൻ ചെറിയ പല്ലാട്ടിയ കണ്ടോ? അവന് സ്പെഷ്യൽ പല്ലാട്ടോ. വെക്കുന്നുണ്ടോ? ഓടിക്കും. ശനിയാണെങ്കിൽ മറ്റേത് നല്ല രാവിലെ തന്നെ തിന്നാ മതി. ബീഫോ കല്ലുമ്മക്കായും ആൾക്കാരെ നോക്കുന്നത് തിരാളുകളിൽ ആരേനും കണ്ടതാ. വീഡിയോ എടുത്ത് അങ്ങനെ കിട്ടണമെന്നുണ്ടാവില്ല. സ്പെഷ്യൽ സാധനം കേട്ടോ.